Hello everyone, welcome back to our channel. +2 ജോഗ്രഫി പ്രാക്ടിക്കൽ പരീക്ഷയിൽ കാൽക്കുലേഷൻ സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗ്രിഡ് റെഫറൻസിങ്. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസോ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസോ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഗ്രിഡ് റെഫറൻസ്? ടോപ്പോഷീറ്റിൽ ഗ്രിഡ് റെഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പോഷീറ്റിലെ ഫീച്ചറുകളുടെ എക്സാക്ട് ലൊക്കേഷൻ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഗ്രിഡുകൾ ഉണ്ടാകണം. ഗ്രിഡുകൾ എന്ന് പറയുന്ന കുറെ ഗ്രിഡ് ലൈൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രിഡ് സ്ക്വയേഴ്സും ഉണ്ട്. ഗ്രിഡ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഈ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് എന്ന് വിളിക്കും. ഈ കാണുന്ന ഒരു ടോപ്പോഷീറ്റിന്റെ പാർട്ടാണ്. ഈ കാണുന്ന ടോപ്പോഷീറ്റിൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെഡ് കളർ ലൈൻസ് കാണാം, സ്ട്രെയിറ്റ് ലൈൻസ് കാണാം. അതിനെയാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രിഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈസ്റ്റിങ്സും നോർത്തിങ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വസ്തുവിന്റെ ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് ഈസ്റ്റിങ്സും എന്താണ് നോർത്തിങ്സ് എന്നും അറിയണം. ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ദേ റൺ ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പം നോർത്ത് എന്തെന്നറിയാം, സൗത്ത് എന്തെന്നറിയാം. മുകളിൽ നിന്ന് താഴേക്ക്, ഒരു മാപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് റൺ ചെയ്യുന്ന, നോർത്ത് ടു സൗത്ത് റൺ ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻസിനെ പറയുന്ന പേരാണ് ഈസ്റ്റിങ്സ്. 00 മുതൽ 99 വരെയാണ് ഇതിന്റെ നമ്പറിങ്. 00, 01, 02 ഇങ്ങനെയാണ് ഇതിന്റെ നമ്പറിങ് പോകുന്നത്. ഇടത് ഭാഗത്ത് നിന്ന് വലത്തേക്കാണ് ഇതിന്റെ വാല്യൂ കൂടി പോകുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, അതായത് ഈസ്റ്റിലേക്ക് ഇതിന്റെ വാല്യൂ കൂടി പോകുന്നത് കൊണ്ടാണ് ഇതിനെ ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 56, 57, 58, 59, 60 അങ്ങനെ ഈസ്റ്റിലേക്ക് ഇതിന്റെ വാല്യൂസ് കൂടി പോകും. അതുകൊണ്ടാണ് ഇതിനെ ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻസ് ആണ്. മുകളിൽ നിന്ന് താഴേക്ക് റൺ ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻസിനെയാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നോർത്തിങ്സ് എന്ന് നോക്കാം. ഇത് നേരത്തെ ഈസ്റ്റിങ്സ് വെർട്ടിക്കൽ ലൈൻസ് ആയിരുന്നു എങ്കിൽ നോർത്തിങ്സ് ആർ ദ ലൈൻസ് വിച്ച് റൺ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പൊ ഈ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് റൺ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നോർത്തിങ്സ് എന്ന് പറയുന്നത്. ഇതും ഈസ്റ്റിങ്സിൻ്റെത് പോലെ ഇതിന്റെ നമ്പറിങ് 00 to 99 ആണ്. പക്ഷേ ഇതിന്റെ വാല്യൂസ് താഴെ നിന്നും മുകളിലേക്കാണ് കൂടി പോകുന്നത്. അതായത് സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ വാല്യൂസ് കൂടുന്നത് കൊണ്ട് ഇതിനെ നോർത്തിങ്സ് എന്ന് പറയുന്നു. നോർത്തിലേക്ക് വാല്യൂ കൂടുന്നത് കൊണ്ട് നോർത്തിങ്സ് എന്ന് പറയുന്നു. ഇനി എന്താണ് ഗ്രിഡ് റെഫറൻസ്? ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്റ്റിങ്സും നോർത്തിങ്സും, ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ്, ഈ ഈസ്റ്റിങ്ങുകളും നോർത്തിങ്ങുകളും വന്ന് കൂട്ടിമുട്ടുന്ന, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിനെയാണ്, ക്രോസ് ചെയ്ത് പോകുന്ന പോയിന്റ്സിനെയാണ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് കോർഡിനേറ്റ്സ്? ഇതെല്ലാം കോർഡിനേറ്റ് പോയിന്റ്സുകളാണ്. മാപ്പിലെ XY കോർഡിനേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കും. ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് മീറ്റ് ചെയ്യുന്ന ഈ എല്ലാ പോയിന്റ്സിനെയും കോർഡിനേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർസെക്റ്റിംഗ് ലൈൻസിന്റെ, ഇത് ഇന്റർസെക്ട് ചെയ്ത് പോവാണ് അല്ലെ, ഈ ഇന്റർസെക്റ്റിംഗ് ലൈൻസിന്റെ ഒരു നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ഗ്രിഡ് റെഫറൻസ് സിസ്റ്റം. രണ്ട് തരത്തിലുള്ള ഗ്രിഡ് റെഫറൻസ് സിസ്റ്റം ആണ് നമ്മൾ മാപ്പിൽ യൂസ് ചെയ്യുന്ന. ഒരു ഫീച്ചർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രിഡ് റെഫറൻസ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആൻഡ് അനദർ വൺ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് സിസ്റ്റം. അപ്പൊ എന്താണ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് നോക്കാം. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് ഞാനിവിടെ മാപ്പിലെ ഒരു ഫീച്ചർ ആയിട്ടുള്ള ഈ ഒരു സെറ്റിൽമെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെറ്റിൽമെന്റിന്റെ ലൊക്കേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ സെറ്റിൽമെന്റിന്റെ ലൊക്കേഷനായിട്ട് കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിൽ ഒരു ഫീച്ചർ തന്നിരുന്നാൽ അത് കണ്ടുപിടിക്കാനായി ആദ്യം ആ ഫീച്ചറിന്റെ തൊട്ട് ഇടതുവശത്തുള്ള ഈസ്റ്റിങ്സ് വാല്യൂ ആദ്യം എഴുതുക. ഇവിടുത്തെ ഈസ്റ്റിങ്സ് വാല്യൂ 17 ആണ്. അതുകൊണ്ടാണ് ഈ 17 നമ്മളിവിടെ എഴുതിയത്.
അടുത്തതായി നമ്മൾ എഴുതേണ്ടത് അതിന് തൊട്ട് താഴെയായി വരുന്ന, തൊട്ട് ബോട്ടത്തിലായിട്ട് വരുന്ന എന്തിന്റെ വാല്യൂ ആണ്? നോർത്തിങ്ങിന്റെ വാല്യൂ ആണ്. ഇവിടുത്തെ നോർത്തിങ്ങിന്റെ വാല്യൂ 45 ആണ്. അതുകൊണ്ട് നമ്മൾ എടുത്ത് അതിന്റെ കൂടെ എഴുതുന്നു 45 എന്ന് എഴുതുന്നു. ഇത് 4 അക്കം ചേർന്നപ്പോൾ, അതായത് ഈസ്റ്റിങ്ങിന്റെയും നോർത്തിങ്ങിന്റെയും രണ്ട് നമ്പർ വെച്ച് ചേർന്നപ്പോൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിൽ ആദ്യത്തെ രണ്ടക്കം സൂചിപ്പിക്കുന്നത് ഈസ്റ്റിങ്സിനെയും അവസാനത്തെ രണ്ടക്കം സൂചിപ്പിക്കുന്നത് നോർത്തിങ്സിനെയുമാണ്. ശ്രദ്ധിക്കുക, ഒരു 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിൽ ആദ്യത്തെ രണ്ടക്കം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈസ്റ്റിങ്സിനെയാണ്. അവസാനത്തെ രണ്ടക്കം സൂചിപ്പിക്കുന്നത് നോർത്തിങ്സിനെയാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഈ ഒരു ഭാഗത്തായി ഞാനൊരു ഗ്രാസ് വരയ്ക്കുന്നു. ഈ ഒരു ഗ്രാസിന്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു പോണ്ട് വരയ്ക്കാം. ഒരു പോണ്ടിന്റെ ലൊക്കേഷൻ കളർ ഇവിടെ ഇപ്പൊ ബ്ലൂ ആയിരിക്കും വരുന്നത്. ഞാനിപ്പോ പെൻ ഈ കളർ ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചറിന്റെ ലൊക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് വേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് നോക്കണം? ഈ നമുക്ക് തന്നിരിക്കുന്ന ഫീച്ചറിന്റെ ഏറ്റവും ഇടത് ഭാഗത്തായിട്ടുള്ള, ഇടത് തൊട്ട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ ഇടത് ഭാഗത്തായിട്ട് വരുന്ന ഈസ്റ്റിങ്സ് എന്താണ്, ഈസ്റ്റിങ്ങിന്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. ഇവിടുത്തെ ഈസ്റ്റിങ്ങിന്റെ വാല്യൂ 19 ആണ്. ആ 19 ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പൊ ഇതെന്ത് വാല്യൂ ആയി? ഈസ്റ്റിംഗ് വാല്യൂ ആയി 19. ദെൻ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന റൺ ചെയ്യുന്ന നോർത്തിങ്ങിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. തൊട്ട് താഴെ ആയിട്ട് വരുന്ന നോർത്തിങ്ങിന്റെ വാല്യൂ ഇവിടെ 44 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതെടുത്ത് എഴുതുന്നു, 44 എഴുതുന്നു. അപ്പോൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കംപ്ലീറ്റ് ആയി. 1944 എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയുടെ. ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം തരാം. ഇവിടെ ഒരു ഭാഗം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ എ എന്ന ഈ സിമ്പലിന്റെ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ഇട്ടേക്കുക. നമുക്കിനി 6 ഫിഗർ ഗ്രിഡ് റെഫറൻസിലേക്ക് പോകാം. ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 4 ഫിഗർ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഈസ്റ്റിങ്സിനെയും അവസാനത്തെ രണ്ടെണ്ണം നോർത്തിങ്സിനെയും സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ 6 ഫിഗറിലേക്ക് പോകുമ്പോൾ എന്താണ് മാറ്റം ഉണ്ടാകുന്നത്? ആദ്യത്തെ 3 വാല്യൂ, 6 ഫിഗറിലെ ആദ്യത്തെ 3 വാല്യൂ ഈസ്റ്റിങ്സിനെയും അവസാനത്തെ 3 വാല്യൂ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? നോർത്തിങ്സിനെയും റെപ്രസെന്റ് ചെയ്യും. എങ്ങനെയാണ് ഈസ്റ്റിംഗ് വാല്യൂ നോർത്തിങ് വാല്യൂ നമുക്ക് ഒരു മാപ്പിൽ നിന്ന് കണ്ടെത്തുന്നതെന്ന് നമുക്കിനി നോക്കാം. ആദ്യം ഇവിടെ തന്നിരിക്കുന്ന സിമ്പലിന്റെ 6 ഫിഗർ ചെയ്യാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന സിമ്പൽ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഈസ്റ്റിങ്സിൽ നമ്മൾ 4 ഫിഗറിൽ ചെയ്ത പോലെ തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിന്റെ തൊട്ട് ഇടത് ഭാഗത്തായി വരുന്ന ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ് നോക്കുക. ഇവിടെ 04 ആണ്. ആ 04 വാല്യൂ എടുത്ത് ഇവിടെ എഴുതിയ ശേഷം ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടേക്കുക. സ്പേസ് ഇടുന്നത് മൂന്നാമത്തെ ഈസ്റ്റിംഗ് വാല്യൂ എഴുതാനാണ്. സ്പേസ് ഇട്ട ശേഷം നോർത്തിങ്സ് എഴുതുക. നോർത്തിങ്സിന്റെ എന്താണ്? നോർത്തിങ്സ് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന, അതായത് ഈ സിമ്പലിന്റെ ഏറ്റവും താഴെയായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. അതായത് നോർത്തിങ് വാല്യൂ 12 ആണ്. ആ 12 എടുത്ത് ഇവിടെ എഴുതുന്നു. അപ്പൊ ഈസ്റ്റിങ്ങും നോർത്തിങ്ങും ചേർന്നിട്ടുള്ള 4 ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ 6 ഫിഗറിലേക്ക് പോകാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇനിയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന സാധനം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ഗ്രിഡ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ ഗ്രിഡും 2 സെന്റിമീറ്റർ ആണ്. നമ്മുടെ മാപ്പ് സ്കെയിൽ എന്ന് പറയുന്നത് 1:50,000 ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ? 1:50,000 ആണ് ഓരോ ടോപ്പോ ഷീറ്റിന്റെയും മാപ്പ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് 1 സെന്റിമീറ്റർ ഓൺ ദ മാപ്പ് റെപ്രസെന്റ്സ് 50,000 സെന്റിമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ 50,000 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 0.5 കിലോമീറ്റർ ആണ്. 0.5 കിലോമീറ്റർ ആണ് 50,000 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 0.5 കിലോമീറ്റർ. 0.5 കിലോമീറ്ററിനെയാണ് 1 സെന്റിമീറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ 2 സെന്റിമീറ്റർ കൊണ്ട് എത്ര റെപ്രസെന്റ് ചെയ്യും? 2 സെന്റിമീറ്റർ കൊണ്ട് 1 കിലോമീറ്റർ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുക. 1 കിലോമീറ്റർ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ടോപ്പോ ഷീറ്റിൽ ഓരോ ഗ്രിഡും 2 സെന്റിമീറ്റർ സ്ക്വയേഴ്സ് ആണ്. അതായത് ഇവിടെ 2 സെന്റിമീറ്റർ, അതുപോലെ ഇവിടെയും 2 സെന്റിമീറ്റർ, അതുപോലെ 4 വശവും 2 സെന്റിമീറ്റർ വീതമുള്ള ഗ്രിഡാണ്.
ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോപ്പോഷീറ്റിലെ ഈ 2 സെന്റിമീറ്ററുടെ ഗ്രിഡിനെ 10 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഏറ്റവും ഇടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് ഏറ്റവും ഇടത്ത് ഈസ്റ്റിങ്സിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ അവിടെ നിന്ന് 2 സെന്റിമീറ്റർ ആണ് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എത്ര മില്ലിമീറ്റർ വീതം ഡിവൈഡ് ചെയ്യും? 2 മില്ലിമീറ്റർ വീതം. എത്ര മില്ലിമീറ്റർ? 2 മില്ലിമീറ്റർ വീതമുള്ള എത്ര ഡിവിഷൻസ് ആയിട്ട്? 10 ഡിവിഷൻസ്. 1 2 3 4 5 6 7 8 9 ആൻഡ് ഫൈനലി 10 അതിൻ്റെ കൂടെ വരും. അങ്ങനെയുള്ള 10 ഡിവിഷൻസ് ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ഈസ്റ്റിങ്സിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈസ്റ്റിങ്സിന്റെ വലത്തേക്കുള്ള പോർഷനെ, ആദ്യത്തെ ഈസ്റ്റിങ്സിനെ 0.4 ഇവിടെ ഇടതുവശത്തുള്ളത്, അതിന്റെ വലതുവശത്തുള്ളത് 0.5. അപ്പോൾ ഈ 0.4നും 0.5നും ഇടയിലുള്ള ഈ ഈസ്റ്റിങ്സിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ രണ്ട് ഈസ്റ്റിങ്സ് ഡിവിഷനെയും 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ നമുക്ക് തന്നിരിക്കുന്ന സിമ്പൽ എത്രാമത്തെ ഡിവിഷന് നേരെയാണ് വരുന്നതെന്ന് നോക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5ാമത്തെ ഡിവിഷന് നേരെയാണ് വന്നിരിക്കുന്നത്. സോ ആ 5നെയാണ് നമ്മൾ ഇങ്ങോട്ടെടുത്ത് ഈസ്റ്റിങ്സിന്റെ കൂടെ ചേർത്ത് എഴുതുന്ന 3ാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഈ 5ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളത് എഴുതി. അപ്പൊ ഈസ്റ്റിങ്സ് ഡിവൈഡ് ചെയ്യാൻ ഇപ്പൊ പഠിച്ചു. അതുപോലെ തന്നെയാണ് നമ്മൾ നോർത്തിങ്സ് ഡിവൈഡ് ചെയ്യുന്നത്. നോർത്തിങ്സും നമുക്ക് അതുപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? താഴത്തെ നോർത്തിങ്ങും അതിന്റെ തൊട്ട് മുകളിലത്തെ നോർത്തിങ്, ഏറ്റവും താഴത്തെ നോർത്തിങ് 12 ആണ്. അതിന്റെ ഏറ്റവും മുകളിലത്തെ നോർത്തിങ് എന്ന് പറയുന്നത്, അതിന്റെ തൊട്ട് മുകളിലായി വരുന്ന നോർത്തിങ് 13 ആണ്. അപ്പൊ ഈ 12 to 13 വരെയുള്ള ഇത്രയും പോർഷനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? എഗെയിൻ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഏറ്റവും താഴെ നിന്ന് 0 1 താഴത്തെ ലൈൻ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് 12 അല്ല, താഴത്തെ നോർത്തിങ്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ അവിടെ നിന്ന് 2 മില്ലിമീറ്റർ വീതമുള്ള 10 ഡിവിഷൻസ് എടുക്കുക. മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഈ ഫീച്ചർ ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതിൽ എത്രാമത്തേലാണ് വരുന്നത് നോക്കുക. ഇവിടെ ഇപ്പം 8ാമത്തേലാണ് വന്നിരിക്കുന്നത്. ആ 8നെ നോർത്തിങ്സിന്റെ കൂടെ ചേർത്ത് എഴുതുക. അന്നേരം 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് കംപ്ലീറ്റ് ആവും. അപ്പൊ ആദ്യത്തെ 3 ഈസ്റ്റിങ്സിനെയും അവസാനത്തെ 3 നോർത്തിങ്സിനെയും റെപ്രസെന്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ടോപ്പോഷീറ്റിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഇതൊരു ടോപ്പോഷീറ്റിന്റെ പാർട്ടാണ്. നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഉദാഹരണത്തിന് ഈ ഒരു ഫീച്ചർ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ കാണുന്ന ഈ ഒരു ഫീച്ചർ നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? ഈസ്റ്റിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ഇടത് ഭാഗം ചേർന്നുള്ള ഈസ്റ്റിംഗ്, ഇതിന്റെ ഇടത് ഭാഗത്ത് കൂടെ റൺ ചെയ്യുന്ന ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മാപ്പിന്റെ ഏറ്റവും താഴെയോ മുകളിലോ എഴുതിയിട്ടുണ്ടാകും. എന്താണത്? ഇവിടത്തത് 12 ആണ്. നമ്മൾ ആ 12 ഇവിടെ നമ്മൾ എഴുതുന്നു. 12 എഴുതുന്നു. ഈസ്റ്റിംഗ് ആയി. ഒരു സ്പേസ് വിടാം, ഒരു ഗ്യാപ്പ് നമുക്ക് വിടാം. കാരണം നമുക്ക് അതിന്റെ ഈസ്റ്റിങ്ങിന്റെ 3ാമത്തെ വാല്യൂ നമുക്ക് വേണം. അതവിടെ നിൽക്കട്ടെ, നമുക്കത് ലാസ്റ്റ് കണ്ടെത്താം. തന്നെ ഇനി അതിന്റെ നോർത്തിങ് വാല്യൂ, അതായത് ഇതിന്റെ താഴെ വരുന്ന, ഇതാണ് ഫീച്ചർ എങ്കിൽ ഇതിന്റെ താഴെയായിട്ട് റൺ ചെയ്യുന്നത് വേണം. ഇതിന്റെ ബോട്ടം ഭാഗത്തായിട്ടുള്ളത് ഏതാണ്? 13 ആണ്. താഴെ കൂടെ റൺ ചെയ്ത് പോകുന്ന നോർത്തിങ് വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. ആ 13 നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നു. ഇതിപ്പോ ആയപ്പോൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആയി. നമുക്കിനി ഓരോ വാല്യൂയും കൂടെ ആവശ്യം. ഈസ്റ്റിങ്ങിന്റെ ഒരു വാല്യൂ വേണം, നോർത്തിങ്ങിന്റെ ഒരു വാല്യൂ ആണ്. അതെങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ടോപ്പോഷീറ്റിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് സ്കെയിലാണ്. നമ്മൾ സ്കെയിൽ എടുക്കുന്നു, വയ്ക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രിഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ 2 സെന്റിമീറ്ററിന്, അതായത് 12 വന്ന ഈ ഈസ്റ്റിങ്ങിനെയും അതിന്റെ തൊട്ടടുത്ത ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 12 കഴിഞ്ഞ് വലത്തേക്ക് ഇതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 13 ആണ്. അത് കഴിഞ്ഞിട്ട് 14 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ 12 13 14. അപ്പൊ തൊട്ടടുത്തുള്ള ഈ 2 ഈസ്റ്റിങ്ങിനെ, 12 എന്ന ഈ ഈസ്റ്റിങ്ങിനെയും 13 എന്ന ഈ ഈസ്റ്റിങ്ങിന്റെ ഇടയിലുള്ള ഈ 2 സെന്റിമീറ്റർ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് 2 മില്ലിമീറ്റർ വീതമുള്ള ലൈൻസ് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, 1 2 3 4 5 6 7
8 9 ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 10 ആണ്. നമ്മൾ സ്റ്റാർട്ടിങ് ആദ്യത്തെ ഈ 12ഓട് ചേർന്ന് വരുന്നത് 0 ആണ്. ഇങ്ങനെ എടുക്കുന്നു. നമ്മൾ എടുത്തിരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ട്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈസ്റ്റിങ്സ് ആദ്യം നമ്മൾ എഴുതിയിട്ടുണ്ട്, 12 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 12 കഴിഞ്ഞിട്ട് എത്രാമത്തെ ഈസ്റ്റിങ്ങിലാണ്, 12ൽ നിന്ന് 13ലേക്ക് പോകുമ്പോൾ എത്രാമത്തെ ഈസ്റ്റിങ്ങിലാണ് ഇത് കിടക്കുന്നത്? രണ്ടാമത്തെ ഈസ്റ്റിങ്ങിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ രണ്ടും കൂടെ നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. 12ൻ്റെ കൂടെ ആ രണ്ടും കൂടി എഴുതി കൊടുക്കുന്നു. അപ്പോൾ 12 2 ആയി. അപ്പോൾ ഈസ്റ്റിംഗ് വാല്യൂ ആയി. ഇനി നമുക്ക് നോർത്തിങ് ആണ് വേണ്ടത് അല്ലേ? നോർത്തിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് നോർത്തിങ്ങിലേക്ക് പോകാം. നോർത്തിങ്ങിന് വേണ്ടി നമ്മളിവിടെ സ്കെയിൽ വെച്ചിരിക്കുന്നു. ഇത് 2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ. ഇതും ഇതുപോലെ നമുക്ക് 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ വരുന്ന ഈ നമ്മുടെ ട്രീ എത്രാമത്തെ ലൈനിലാണെന്ന് നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2, ദെൻ ഇത് 3, ഇത് 4 അല്ലേ? അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് എത്രയാണ്? 12 2 എന്ന് നേരത്തെ പറഞ്ഞു ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ. നോർത്തിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13 ആണെന്ന് പറഞ്ഞു. 13ൽ എത്രാമത്തേതിലാണ്? 4ലാണ് ഇപ്പോൾ ആ പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ 6 ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്? 12 2 1 3 4. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ട്രീയുടേത് എത്രയാണ് 6 ഫിഗർ എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക. താങ്ക് യു.